മാവാട്ടെ അല്ലൊക്കെ മാറ്റി മതി. ഓക്കേ. ഇനി ഐശ്വര്യായിട്ട് വെച്ചോ. എന്റെ ദൈവമേ ഈ ചെടിയെ കാക്കണേ. കണ്ണുവിടാതിരിക്കുന്നു. ആ ശരി വയ്ക്കേ. ദൈവമേ ഇത് കാത്തു പൂത്ത് കൊലക്കട്ടെ. കാത്തു പൂത്തോ? ഇത് കായ്ക്കുന്നതല്ലോ, ഇത് പൂക്കുന്നതല്ലേ. അല്ല എന്നാലും പറയണ്ടേ നമുക്കൊരു ആവേശം കിട്ടാൻ. അപ്പോ നീ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് മാന്തി നോക്കണ്ട, ഇത് വലുതായോന്ന്. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഇനി വേറൊരു കാര്യം, ഇതിവിടെ നട്ടുപോയിട്ട് കാര്യമില്ല, ഇതിനെ പരിപാലിക്കണം, വെള്ളമൊക്കെ നനച്ചു കൊടുക്കണം. 2 വട്ടം നനച്ചാൽ മതി, രാവിലെ വൈകിട്ട് നനച്ചോ. അത് നിന്റെ ഉത്തരവാദിത്തമാണ് കേട്ടാ. അയ്യടാ ഒരു വട്ടം മാമ ഒരു വട്ടം ഞാൻ. കണ്ട അവള് മടിച്ചേട്ടാ. അങ്ങനൊരു കാര്യം ചെയ്യ്, രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നീ അനക്കി, വൈകിട്ട് മാമി അനക്കും. മറന്ന സംഗതി പോവും. അല്ല അപ്പൊ മാമ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാണ്? മാമ കണ്ണു മീച്ച് നോക്കും. അവക്ക് അതിന് പോലും വയ്യേട്ടാ, മടിച്ചി. പിന്നെ ജവന്തി, നമുക്ക് ഈ കാടും പന്തൊക്കെ വെട്ടിക്കളഞ്ഞിട്ടേ ഇവിടെ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം. അതിന് ആദ്യം ആ പൊട്ടി ചട്ടിയൊക്കെ ഒന്ന് മാറ്റണം. പക്ഷെ ആദ്യം പൂ വയ്ക്കാനുള്ള നല്ല ചുമന്ന് വിരിഞ്ഞിരിക്കുന്ന റോസാപ്പൂ. ചുമന്ന് വിരിഞ്ഞിരിക്കുന്ന റോസാപ്പൂവാ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഏതൊക്കെ ചെടികൾ വേണമെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതൊക്കെ നാളെ തന്നെ വരാം. എന്നിട്ട് മാമയ്ക്ക് തരാം, അപ്പൊ മാമ വാങ്ങിച്ചോണ്ട് വരാം. ഏട്ടാ അതില് എളുപ്പം വാങ്ങാൻ പോകുമ്പോ ഇവളെയും കൂടി കൊണ്ടുപോകും. അപ്പൊ അവള് വേണ്ട നോക്കിയെടുക്കും. അയ്യോ അത് വേണ്ട, അവിടെ മൊത്തം അലമ്പാക്കും, എല്ലാം കൈയിട്ട് വരും. കൂടി പോയി 30 അത്രയൊക്കെ ഉള്ളൂ. 30? പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്യണ്ടേ? 30 ഒന്നും വേണ്ട, അതിനൊക്കെ ഒരുപാട് പൈസ കൂടി. ഒരു 5 or 10 വാങ്ങിച്ചിട്ട് പിന്നെ അതിങ്ങനെ വളർന്നു വരുമ്പോ അതിന് പൊട്ടിച്ച് വേറെ വെച്ചാൽ മതി. അല്ലല്ല, അതിനൊരു ഐഡിയ ഉണ്ട് കേട്ടാ. ആദ്യം ഇവൾ ഇതിനെ എങ്ങനെ നോക്കണോന്ന് നമുക്ക് അറിയാലോ. ഞാൻ മാത്രമൊന്നും അല്ലല്ലോ. അല്ലല്ല, ഇത് നീ മാത്രമാ. നീ ഇതിനെ മര്യാദക്ക് വളർത്തി കഴിഞ്ഞാല് 30 ചെടിതെ മാമി പറഞ്ഞ് മേടിച്ചു തരും. നോക്കാൻ എന്തുവാ, കുറച്ച് വെള്ളം ഒഴിക്കും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, പക്ഷെ ഒഴിക്കണം. ഒരു വട്ടം മാമി ഒരു വട്ടം ഞാനും, രാവിലെ ഞാൻ. കണ്ട ഞാൻ ഇവിടെ ഫ്രണ്ടില് മാമിയുടെ കൂടെ ചെടി നടുക. ഇവിടെ വാടി, ഇവിടെ ഒരു 5 മിനിറ്റ് പൊക്കോ. എന്താ കലക്ടറാവ് പൂവല്ലേ പഠിച്ചിട്ട്. അയ്യോ മുഷിഞ്ഞ ഉടുപ്പ് അവിടെ ഇടരുതെന്ന് പറഞ്ഞാൽ കേക്കരുത് ട്ടോടി. ഇത് ആരെടുത്ത് വെക്കാൻ വേണ്ടിട്ട് വെച്ചേക്കണം അവിടെ? അമ്മ എടുത്ത് വെച്ചേക്കായിരുന്നു. ഞാൻ എടുത്ത് വെച്ചേക്കണം. ചീപ്പയുടെ അവിടെ വെക്കാം. അവിടെ അമ്മേ അമ്മ ഒരു കാര്യം അറിഞ്ഞാ, നേരത്തെ തക്ലീന്ന് വിളിച്ചില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യായിരുന്നു അറിയാമോ? കനകമാമ ഒരു ചെടിയുണ്ട്. നമ്മൾ രണ്ടും ചെടി നടായിരുന്നു. കനകമാമ പറഞ്ഞ് ഇവിടുത്തെ ഈ കാടൊക്കെ വെട്ടി കളഞ്ഞ് നിരപ്പാക്കിയിട്ട് കുറേ നല്ല ഭംഗി വിരിഞ്ഞിരിക്കുന്ന നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ നടാന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഗാർഡനിൽ പോയി വാങ്ങാന്ന് പറഞ്ഞു, വേറെ ഗാർഡനിൽ പോയി. അപ്പൊ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞേ. അപ്പൊ അമ്മ എന്നെ സഹായിക്കണേ. കുറച്ചൊക്കെ ഞാൻ സ്വന്തമായിട്ട് എഴുതാം, കുറച്ചൊക്കെ എൻ്റെ ടീച്ചറിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചെഴുതും. അങ്ങനെ ഞാൻ സൂപ്പർ ആക്കാന്നാണ് പറഞ്ഞു. ഇവിടെ അത്രയും പൂക്കളും അത് തന്നെ, അത്രയും പൂക്കളൊക്കെ വെച്ചോ സൂപ്പർ ആയിരിക്കും. ഗാർഡൻ അറിഞ്ഞൂടെ? പൂത്തോട്ടം. അപ്പൊ പൂന്തോട്ടം. അത് തന്നെ. അപ്പൊ ഈ പൂക്കളൊക്കെ കാച്ച് കൊലച്ച് പൂത്തിരിക്കുമ്പോ കാണുമ്പോ എന്തൊരു ഭംഗിയായിരിക്കും. നീ വല്ലതും പഠിക്കണുണ്ടോ സ്കൂളിൽ പോയിട്ട്? അത് പറഞ്ഞേ. പഠിക്കുന്നുണ്ട്. പണ്ണൊന്നും മര്യാദ കഴിയിട്ടില്ല. എല്ലാം എടുത്ത് വെച്ചില്ലേ? ബോക്സ് ഒക്കെ എടുത്ത് വെച്ചില്ലേ? എടുത്ത് വെച്ചു. അതെ അമ്മ ചോറ് എടുക്കട്ടെ കേട്ടാ. കൊച്ചേ പിന്നെ പോയി കണ്ട മോളെ ഇങ്ങ് വാ.
ഇത് എന്തൊരു കഷ്ടമാണിത്. നിങ്ങൾ ഇവിടെ കെട്ടിടൂട്ടാ. ഒരിക്കൽ നിർത്തിയാൽ അവിടെ തുള്ളാൻ പോകും. നിനക്ക് സ്കൂളിൽ പോകണ്ടടി. 8:30 മണിക്കാ സ്കൂൾ ബസ്. അത് അറിഞ്ഞൂടാ. 8:20 ആയോളൂ. ചീത്ത പറയണൊന്നും ചെറിയ ചീത്ത പറയിപ്പിച്ചിട്ടാണ്. കുറച്ച് കഷ്ടം തന്നെ കേട്ടോ. പിന്നെ അല്ലാതെ കാണണ്ടേ. ഇത്തിരി സമയം മനുഷ്യൻ ക്ഷീണം മാറ്റിട്ട് എഴുന്നേക്കാന്ന് വെച്ചാൽ തള്ളേ മോളെ കൂടെ നേരെ വിളിക്കുമ്പോ തുടങ്ങിക്കോണം. അയ്യോ സോറി. എന്തിന്? അല്ല, രാപ്പകലില്ലാതെ അധ്വാനിച്ചു വന്ന് കിടക്കണ മനുഷ്യൻ ഉറങ്ങാന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. രാവിലെ മെനക്കെടുത്തിക്കരുത് കേട്ടാ. ചുമ്മാ പറയണല്ലേ. പോവാൻ നോക്കടി. ഇതേ പല്ലൊക്കെ ഡാഡിക്കും കൊടുക്കും. എന്റെ മമ്മി പല്ല് കഴിക്കണേക്കാളും തേക്കാത്ത ഡാഡി എന്നടി നല്ലത്. അണ്ടാ ശ്രദ്ധിച്ചോണം ക്ലാസ്സിൽ ഇത്തിരി ഉഴപ്പ് കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞു. ആര് പറഞ്ഞു? നീ അതറിയണോ അവക്ക്? ലിസ്റ്റിന്റെ കാര്യം മറക്കല്ലേ. നീ ആദ്യം സ്കൂളിൽ പോകണേ. ടാറ്റാ. എന്തേ വിക്രമാദിത്യം വന്നില്ലേ? എന്തോന്ന്? അല്ല നിന്നെ കൊണ്ടുപോയി വേതാളത്തിനെ കൊണ്ടുപോയി വിക്രമാദിത്യം വന്നില്ലേ എന്ന് മറ്റേ കൊടു. നിന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവനല്ലേ ഈ നിക്കണത്? എവിടെ കണ്ടില്ലേ? ഈ നിക്കണ അവനല്ലേ? ഇതൊക്കെ പഴയ നമ്പർ അടിയാ. ഒരു വേതാളവും വിക്രമാദിത്യം കൊള്ളാം. നല്ല ചേർച്ചയാണ് നിങ്ങൾ തമ്മിൽ കേട്ടോ. കഷ്ടമൊന്നുമില്ലല്ലോ. നീ എന്തിനാ അതിന്റെ മുകളിൽ തുപ്പണത്? ഏതിന്റെ? എടേ അതൊരു ചെടി വാങ്ങി വെച്ചാണ് അതിന്റെ മുകളിൽ തുപ്പണത് എന്തിനാന്ന്? അളയാ ഇതാണ് നമ്മൾ വെള്ളം ഒഴിക്കണതിന് ഇത് സമമാണ് ഈ സംഭവം. നീ തമ്മടത്തിന് കാണിക്കാൻ നിൽക്കരുത് കേട്ടാ. ഈ ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം കിട്ടട്ടെ. അല്ലാതെ ആരായാലും ചെടിക്ക് വെള്ളം ഞാൻ ഒഴിച്ചോളാം. പുല്ലേ നീ എന്തിനാ അതിന്റെ മുകളിൽ തുപ്പിയത്? കണ്ണു കളിക്കാതെ കനക. എനിക്ക് തിരിച്ചു ചെയ്യാറില്ല. ഇത് ചെടി വാങ്ങി കുഴിച്ചിട്ടാണെന്ന് അതുകൊണ്ട് തുപ്പാൻ നിൽക്കണം. ഇരിക്കണത് ഇച്ചിരി വെള്ളം വീണെന്ന് പറഞ്ഞാൽ അതിന് പനിയൊന്നും വെള്ളം ഞാൻ ഒഴിച്ചോളാന്ന്. അതെ ഞാൻ ഒഴിച്ചാ വെള്ളം കിട്ടില്ല അതിന്. കളിക്കരുത്. ഇനി മേലെ നീ തുപ്പിക്കഴിഞ്ഞാൽ പല്ലടിച്ചാൽ താഴെ. പിന്നെ പിന്നെ എന്റെ കൈ സിനിമയ്ക്ക് പോയിരിക്കുമല്ലേ. നീ അടിക്കുക അങ്ങനെ കൂടുതൽ നീ രാവിലെ ഉടക്കാൻ നിൽക്കല്ലോ കേട്ടോ. നീ എന്തിനാണ് വെറുതെ എന്നെ വീർത്തേപ്പിക്കാൻ നിൽക്കണം എന്റെ ക്ലീറ്റസേ? എടാ ഞാൻ അതിന് ഇച്ചിരി വെള്ളമല്ലേ ഒഴിച്ചോളൂ, വേറെ ഒന്നും അല്ലല്ലോ. വെള്ളം ഞാൻ ഒഴിച്ചോളാന്ന്. ഇവിടെ നീ ഒഴിച്ചാലേ അത് വെള്ളം കുടിക്കോളാം. നീ പാട്ട് പാടോടുന്നു. ഓ ഒരു സുഗതകുമാരിയുടെ ചെറുമോ എന്തെങ്കിലും പ്രകൃതി സ്നേഹി. കൂടുതൽ കളിക്കരുത് കേട്ടാ. ഇതെല്ലാം ഞാനൊന്ന് നോക്കിയാൽ മതി, ഇതെല്ലാം കരിഞ്ഞു പോകും. കാണണോ നിനക്ക്? ഉടക്കാൻ വന്നേക്കണമേ. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ മണ്ടാലും കയറിക്കോളൂ. എന്തായാലും കാരണം കളിക്കണം. മനസ്സിലായി അറിയാം. ഇവിടെ എറിഞ്ഞാലേ കഞ്ഞി കുടി കിട്ടും. അതുകൊണ്ട് എറിയണ്ട. എന്താ അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കണം തെറ്റാണ് അമ്മ? ആണാ? അല്ലല്ലോ. പിന്നെ അമ്മന്റെ മോന്റെ അടുത്ത് ചോദിച്ചു ഈ ചെടിക്ക് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത അവൻ എന്നെ എന്തെല്ലാം പറയണെന്ന് അറിയാമോ? നീ ചെടിക്ക് വെള്ളം ഒഴിച്ചാണ്? പിന്നെ അല്ലാതെ എന്റെ അമ്മ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് പേസ്റ്റ് ഈ ചെടിയുടെ മൂട്ടി തുപ്പിയവൻ. അയ്യോ എന്ത് കാര്യത്തിന്? വാ കഴുകി ഇച്ചിരി തുപ്പി അതിൽ ലേശം പേസ്റ്റ് അതിൽ കൂടെ അങ്ങ് ആയിപ്പോയി. നീ തുപ്പെങ്കിൽ താഴെ തുപ്പടാ. നീ എനിക്ക് സൗകര്യമുള്ളത് ഞാൻ തുപ്പൂടാ. മേലേക്ക് തുപ്പാ. ചെടിയുടെ മുട്ടി തുപ്പിയെന്ന് വെച്ചൊരു കുഴപ്പമൊന്നുമില്ല. എന്റെ അമ്മ പേസ്റ്റ് ആണെന്ന്. പേസ്റ്റ്. അയ്യോ പേസ്റ്റ് എന്ന് പറയുന്നത് വിഷമല്ലേ. ദിവസം രാവിലെ വായിൽ വെച്ച് തേക്കുമ്പോൾ അവനൊരു കുഴപ്പമില്ല. നിനക്ക് ഞാൻ ഇഷ്ടം പോലെ സ്ഥലം തന്നിട്ടില്ലോ അവിടെ. പിന്നെ നീ എന്തിനാണ് ഈ ചെടിയുടെ മുട്ടി തന്നെ തുപ്പാൻ? അതുകൊണ്ട് എനിക്ക് അവിടെ തുപ്പാവുന്നുണ്ടാ. നീ അവിടെ തുപ്പാൻ കാര്യം അമ്മയും മോനും കൂടെ സ്കെച്ചും പ്ലാനും ഒക്കെ വരച്ചതാ. ഞാൻ എവിടെയൊക്കെ തുപ്പണം തുപ്പണ്ട. നീ എവിടെയൊക്കെ തുപ്പണ്ട ഞങ്ങൾ വരച്ചു തരാൻ. പിന്നെ അങ്ങനെ നീ തീരുമാനിച്ചു ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഈ ചെടിയുടെ വില പോലുള്ള പുല്ലേ നിനക്ക് അത് മനസ്സിലായിക്കോ. ഈ ക്ലീറ്റയുടെ വിലയെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാ. ഔദാര്യത്തിന്റെ മുകളിലാണ് നീ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നത് കേട്ടാ. അത് മനസ്സിലാക്കിട്ട് നിന്നാ മതി. പെങ്ങളെ വരച്ച് അന്തസ്സായിട്ട് പോട്ടണുണ്ടാ. അന്തസ്സായിട്ട് പോകണം. പിന്നെ ഔദാര്യം അല്ലേ? ഔദാര്യം മതി. അമ്മേടെ മോന്റെ മേലെ നീ ചെടിയെടുത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ നിന്നെ കണ്ണടിച്ചാൽ താഴെ. കണ്ണടിച്ച് താഴെ ഇടും. പിന്നെ കാണാടാ അത്. നീ ചിലപ്പോഴേ ചെയ്യൂ കനക. നിന്റെ കളി നല്ലതല്ല. വേണ്ട വേണ്ട വിചാരിക്കണോടത്തോളം ഈ ഭയങ്കര ഈ ആരോടാ കാണിക്കണേ? നിങ്ങൾ എന്തിനമ്മ ഇങ്ങനെ ഒരെണ്ണത്തിന്? ഓ പറഞ്ഞാ കൂടിപ്പോ. അവൻ കാണിക്കണണ്ട. എന്താണ് പിന്നെ അവനെ വേണ്ടത്?
മനുഷ്യന്റെ ക്ഷമക്ക് ഒരു പരിധി ഉണ്ട് കേട്ടോ. തെമ്മാടിത്തരം കാണിക്കാൻ നിൽക്കണ നീ. കാലിനടിച്ചു കൊടുത്തോളെ. ആ എന്താ ഈ കാണിക്കണ? എന്താ ഈ ചെടിയുടെ മുകളിൽ തുപ്പരെ തുപ്പരെ പിശാചിനോട് പറഞ്ഞിട്ട് വീണ്ടും തുപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന്. സമയം വൈകുന്നു. വാങ്ങാട് നിന്നൊക്കെ പറയണത് ഒന്നുമില്ല. ഇത്ര പോരില്ല പോത്തെ. നീ പോടാ നിന്റെ ജോലി നോക്കി. ഇങ്ങാട് വാട വെറുതെ അവന്റെ മെക്കിട്ട് നീ ജോലിക്ക് പോ. വല്ലാത്തൊരു കഷ്ടപ്പാടല്ലേ കാര്യമുണ്ട് ഇത് തന്നെ. വന്നേക്കുന്നു. നീ നിന്റെ പാട് നോക്കി പോയാ നീ പോടാ. നീ ആരാടാ ഞങ്ങളെ കുടുംബകാര്യത്തിലടാ? പൊന്നെ ക്ലീറ്റസേ, നീ ഒന്ന് അടങ്ങ്. അണ്ണെ കണ്ടവന്മാരൊന്നും ഇവിടെ എന്റെ അടുത്ത് വിളയാൻ വരണ്ട കേട്ടോ. നീ പുറത്തേക്ക് പോടാ. നീ പോടാ 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 നീ ഒന്ന് ക്ഷമിക്ക്. മേന കേട്ടോ. മോൻ പറഞ്ഞ കേട്ടല്ലോ. വേണ്ട, ഈ നിൽക്കുന്ന ചെടിയിൽ അത്ര വില പോലും ഇല്ലാന്ന് ക്ലീറ്റോയ്ക്ക്. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാ ക്ലീറ്റോയെ വിളിക്കരുത്. അതിനെ അങ്ങ് വിളിച്ചോണം കേട്ടാ. ഓ കളിച്ച് കളിച്ച് മനുഷ്യന് എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനും വയ്യാത്ത അവസ്ഥയെ. ഇത്ര നാൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലാണ് കുറ്റം. ഇപ്പൊ എനിക്കിപ്പോ തുമ്മാൻ വയ്യ, തുപ്പാൻ വയ്യ, തുപ്പിയത് അതും കുറ്റം. അത് ഞാൻ മനപ്പൂർവ്വം തുപ്പിക്ക് എന്ത് വേണം? അറിയാതെ ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ടൊന്ന് തുപ്പി അതിന്റെ ആ ചെടിയിൽ വീണ് പോയി. അപ്പൊ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യം എന്താണ്? ഇവ എന്നെ പറ്റി എന്താണ് വിചാരിച്ചേക്കണത്? എന്താണ് നിന്റെ ആങ്ങൾ എന്നെ പറ്റി വിചാരിച്ചു വെച്ചേക്കണേ? അന്തസ്സായിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ അറിഞ്ഞിടാത്തോണ്ടല്ല. ഞാനെടുത്ത് ഇവിടെ കിടക്കുമ്പോൾ അവർക്ക് തന്നെ ഗുണം. അതൊന്നും മനസ്സിലാക്കാതെ എന്റെ മണ്ടയ്ക്ക് ചാടി കെടുക്കുകയാണ്. അല്ലേ ചേട്ടാ, എനിക്ക് വേറൊരു മുഖമുണ്ട്. അത് ഇവിടെ ആരും കണ്ടിട്ടില്ല. വലിയ പ്രശ്നമാണോ ക്ലീറ്റ? എനിക്കിത് പ്രശ്നമാണ്. ഇതെനിക്ക് പ്രശ്നമാണ്. ഒരു കാര്യമില്ല. ചുമ്മാ മിണ്ടാ വലിയ വെച്ചോണ്ട് എന്നെ മണ്ടയ്ക്ക് ചാടി കിടക്കേണ്ട എന്താണ് കാര്യം? അവന് എന്താണ്? അവൻ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് ദോശ ഇരിപ്പുണ്ട്. ദോശ എനിക്ക് ഈ ദോശ പറഞ്ഞില്ല വേണ്ട എല്ലാം കൂടെ. എന്നാണ് എന്റെ നോക്കണം. അവന്റെ ഒരു ചെടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ തുപ്പി അവന് സഹിച്ചില്ല. അവൻ്റെ ചെടിയെ ഞാൻ ഇന്നും ഇതിനെ ഇപ്പം അങ്ങനെയാണ് വന്ന് സംഭവിച്ചത്. എന്ത്? ഒന്നുമില്ല. ഈ ഇലയിൽ ഒരു പുഴു വന്നിരുന്നു. അതിനെ തട്ടിക്കളഞ്ഞ. അയ്യോ, തട്ടിക്കള. ഓ പുഴു. അഴുക്ക പുഴുവിന് വരാൻ കണ്ട ഒരു നേരം. തങ്കം തങ്കം മണ്ണെണ്ണ എടുത്തടി. ഞാൻ തുണി കഴുക. എന്താ ഈ തുണി? നീ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. ക്ലീറ്റ് ഒരു സാധനം ചെയ്യാൻ സമ്മതിക്കൂല. എന്താ? മണ്ണെണ്ണ എടുത്ത് നീ എടുത്തേ. എന്ത് മണ്ണെണ്ണ? നീ കേട്ടിട്ടില്ലടി മണ്ണെണ്ണ എടുക്കാൻ. മണ്ണെണ്ണ എവിടെ ഇരിക്കുന്നു? എന്നാലും വാങ്ങി വെച്ച മണ്ണെണ്ണ എന്ത് ചെയ്തു? ആ സ്റ്റൗവിൽ ഒഴിച്ചു തീർന്നു. ഓ ഒരു കാര്യം വെച്ചിട്ട് ചൂടുവെള്ളം എടുത്തേ. എന്തിനാ? കുടിക്കാൻ. ചൂട് ചായ ഇരിക്കണത് കുടിച്ചേ. പ്രശ്നം തീർന്നല്ലോ. ചായ തീർന്നല്ലോ. എനിക്ക് ഇനിയും ചൂടുവെള്ളം വേണം. തിളച്ച വെള്ളം വേണം. തിളപ്പിക്കടി വെള്ളം. എന്തിനാ ക്ലീറ്റോ? കുളിക്കാൻ. നല്ലപോലെ ഒന്ന് കുളിക്കാൻ. തല തണുക്കാൻ. തമാശ കളിക്കരുത് തങ്കം. വെള്ളം ചൂടാക്കിയ എന്താന്ന്? ഞാൻ നിന്റെ ആരാണ്? ഞാൻ പറയണ അനുസരിക്കാൻ പറ്റുമോ? വെള്ളം ചൂടാക്കടി. എന്നോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനല്ലേ പറയാം. വെള്ളം ചൂടാക്കാൻ പറ്റുമോ? നിനക്ക് പറ്റില്ല. 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 പറ്റണ്ട. എനിക്കറിയാതെ എന്താ ചെയ്യേണ്ടത്. എന്തായിരിക്കും ഭ്രാന്തായി പോയോ ക്ലീറ്റ? ഇതേ ഞാൻ എന്നെ തന്നെ കുത്തി സ്വയം അങ്ങ് മരിക്കാൻ പോടും. നിനക്ക് വല്ല നഷ്ടമുണ്ടോ? ഉണ്ടോ? ഇതുകൊണ്ടല്ലേ ഒരു നഷ്ടമില്ല. ശരി, അനേകം വട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു വട്ട് ഞാൻ ആദ്യം കാണുക. ദൈവമേ. നീറ്റാണ് എടുത്താ കളി. തൽക്കാലം ഇങ്ങനെ ഇരുന്ന അടേ.
നീ ഇവനിങ്ങനെ വിടാൻ തീരുമാനിച്ചേക്കാണോ? അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും? എടാ കനക, നീ ഒരു പണി, ഒന്നില്ല അവനോട് എവിടെയെങ്കിലും ജോലി എടുത്ത് ജീവിക്കാൻ പറ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറ. എടാ ഇത് ഇന്നും ഇന്നലെയും പറയൽ തുടങ്ങിയതല്ലോ. അവൻ അവിടെ കാലെടുത്ത് കുത്തി അന്ന് മുതൽ പറയൽ തുടങ്ങിയതല്ലേ. നീ എന്തെങ്കിലും ജോലിക്ക് പോ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി താമസിക്കുന്നു പറഞ്ഞ കേക്കണ്ടേന്ന്. നിന്നെയൊക്കെ കൊള്ളൂലാഞ്ഞിട്ട് ഇവനെയൊക്കെ വെച്ച് പുന്നാരിച്ചിട്ടാണ്. എന്റെ വീട്ടിലാണ് ഇങ്ങനത്തെ ഒരു അളിയനൊക്കെ ഉണ്ടല്ലോ, ഞാൻ വല്ല ഷോക്കും കൊടുത്തു വന്നാനെ അവനേക്കാ. ആ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. എന്താ പറഞ്ഞ, രാവിലെ പല്ലും തേച്ച് മോറ് കഴുകി അളിയന്റെ നെഞ്ചത്തോട്ട് കയറാ. ഏതെങ്കിലും കുടുംബത്തിൽ നടക്കുവോ? എവിടെ നടക്കില്ല, എന്റെ കുടുംബത്തിൽ മാത്രമേ നടക്കൂ. ആ, അവിടെ എല്ലാവർക്കും ഒരു ചെറിയ ഓസുവാസിൽ കന്നാസ് ഉണ്ടെന്നാ നാട്ടിൽ പറയണ. എന്ത്? അല്ല, ചെറിയ എന്തോ ത്രെഡ് ലൂസായി കിടക്കുകയാണെന്ന് എല്ലാവർക്കും. ആളുകൾ ദിവസം ഈ വഴക്കല്ലേ കേൾക്കണ. പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ആ ചെടിയിൽ തുപ്പിയിട്ടെന്നും പറഞ്ഞാണ് ആരെങ്കിലും കേട്ടാ നാണക്കേടല്ലേ. ആ പിശാചൻ അന്ന് ആ ഗൾഫിൽ നിന്ന് തിരിച്ചു വിളിച്ചാൽ വലിയ പാട്. അവിടെ കടന്നിട്ടാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അവൻ അവിടെ നിന്ന് പണിയെടുക്കട്ടെ എന്ന് പറയുമ്പോൾ നിനക്ക് പറ്റിയില്ലല്ലോ. നീ ഇവിടെ നിന്ന് പൈസ അയച്ചു കൊടുത്തിട്ട് അവൻ ഇങ്ങോട്ട് വരുത്തി. നിനക്ക് ഇങ്ങനെ തല്ലി പിടിക്കണതായിരിക്കും ഇഷ്ടം. തല്ല് പിടിക്കണ ഇഷ്ടമായിട്ടല്ലടോ, ആ തങ്കത്തിന്റെ മോന്തിമോറും കണ്ടിട്ടല്ലേ. എന്ത് തങ്കവും തുങ്കവും, എനിക്കിതൊന്നും അങ്ങോട്ട് ശരിയായിട്ട് തോന്നണില്ല. ദിവസവും അലച്ചണ്ട ഉണ്ടാക്കാനാണ് ജീവിച്ചിട്ട് എന്താ കാര്യം. ഇനിയിപ്പോ അവിടുന്ന് വേറെ എവിടേക്കാലും മാറുള്ളൂ. ഇന്നവൻ ചെടിയിൽ തുപ്പിയിട്ട് നാളെ നിന്റെ ഭക്ഷണത്തിൽ നപ്പിയിട്ട് വെക്കും. അപ്പൊ പറയാൻ പറ്റൂല പുന്നാരിച്ചി. ആ അത് പോട്ടെ, വെറുതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തലയ്ക്ക് ഭ്രാന്താവും. അല്ലെ എനിക്കൊന്ന് ഹാലിളകിന്ന് ഞാൻ പറഞ്ഞ് ഇട്ട് കൊടുത്താൽ ഇപ്പൊ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെ വന്നാലേ. ഞാനാണെങ്കിൽ തീക്കുണ്ടായിരുത്തിന്നാണ് ഈ വന്നത്. അതിന്റെ ഇടയിലാണ് ഇത് ഇവന്റെ പുന്നാരം. അത് കള. നമുക്ക് മറ്റേ ആ ടച്ചിങ് വെട്ടാൻ പോകണ്ടിട്ട്. ടച്ചിങ്ങേ മരച്ചില്ല വെട്ടിക്കളയണോന്ന്. എന്നാ വാ ഇറങ്ങിപ്പോ. പുഴു കുത്തിയതാണെന്ന് തോന്നുന്നല്ലോ. മാമിയല്ലേ അറിഞ്ഞ മാമി, രാവിലെ ഞാൻ വെള്ളം ഒഴിച്ചാൽ വൈകുന്നേരം മാമി വീട്ടിൽ വന്ന്. മക്കളെ, മാമി ഉച്ചയ്ക്കും കൂടി വന്ന് നോക്കിയതാണ്. അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നേ. നീ കരയാതെ നാത്തൂനെ. എന്താ അതൊരു ചെടിയല്ലേ? അതിനൊരുപാട് ദാഹിച്ചാണല്ലേ അമ്മ, പാവം. ഞാൻ പേടിച്ചു പോയി മക്കളെ. ആ ചെടി എന്നുള്ളത് മനുഷ്യൻ വരെ മരിച്ചു. അങ്ങനത്തെ ഒരു വലിയ വിഷം ആ വീട്ടിലുണ്ട്. വല്ലവരുടെ വീട്ടിലെ ചെടി കരഞ്ഞാൽ നീ അതിനിടെ ഇങ്ങനെയാണ് നോക്കുന്നത്. എന്റെ പൊന്നു ചെടിയെ സ്കൂളിൽ തന്നു വിട്ടതാണ്. ഇത് വലുതായിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടു കൊടുക്കാറുള്ളതാണ്. സാരി, നമുക്ക് വേറെ എന്റെ കുഞ്ഞിനോട് ആര് ചെയ്താലും അവർക്ക് ഗുണം പിടിക്കത്തില്ല. പോട്ട് മക്കളെ, സാരല്ലേ, നമുക്ക് വേറെ വച്ച് പിടിപ്പിക്കാം. Alien versus Alien.